നമ്മളിപ്പോൾ ഉള്ളത് ഓഫർ ഗ്രാൻഡ് മാളിലാണ്. അടിപൊളി, സൂപ്പർ. നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സൗന്ദര്യമെല്ലാം പോയെന്ന് എൻ്റെ സ്ത്രീ ആരാധകരൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ റോജാമയോടും പറഞ്ഞു, റോജാമ കൂടുതലൊന്നും പ്രതീക്ഷിച്ചേക്കല്ലോ കേട്ടോ. ഞാൻ എന്നിട്ട് എന്തായാലും റിസൾട്ട് കിട്ടട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ, എന്നിട്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. ഇന്നലെ ഞാൻ പോയിട്ട് അവിടെ തന്നെ ടെലവിൽ പോയിട്ട് റിപ്പോർട്ട് മേടിച്ചപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്നോട് ശേഷം സുഖള വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഓഫർ ഗ്രാൻഡ് മാളിലാണ്, ഫുഡ് കോർട്ടിലാണ്. ഭക്ഷണം എടുത്തു വെച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ കുറേ കഥകളുണ്ട് അല്ലേ റോജാമേ? ഓണാഘോഷ പരിപാടിക്ക് പോവാണ് ഞങ്ങൾ. ആക്ച്വലി കൊച്ചിന് കുറച്ച് ഉടുപ്പൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേനും മിക്കതും തണുപ്പിൻ്റെ തുടങ്ങി, എല്ലാം തന്നെ തണുപ്പിൻ്റെ ആയിപ്പോയി. പിന്നെ മാത്രമല്ല അളവെടുക്കാനാണ്, ടേപ്പെടുത്തില്ല. ടേപ്പ് റോജാമയുടെയിലായിരുന്നു. റോജാമ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായിട്ട് വന്നു. പക്ഷെ ടേപ്പ് എടുക്കാത്തത് കൊണ്ട് ഇവാനേകളുടെ ഉടുപ്പൊന്നും മേടിച്ചില്ല അല്ലേ? പക്ഷെ രണ്ടൊന്നും നിക്കൊക്കെ മേടിച്ചു. അതുകൊണ്ട് ഒരു ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇപ്പം ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്ന ചിക്കൻ കറിയും ദോശയും ഫുഡ് കോർട്ടിൽ നിന്ന് മേടിച്ച് സാലമഴും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് പിന്നെ ഞാൻ ഈ പ്രാവശ്യം ആദ്യം ഇവിടെ എത്തിയത്. ഞാൻ എന്നിട്ട് വന്ന അവിടെ തന്നെ കട അടച്ച് പോകുന്നതിന് മുമ്പേ സാൽമോണെല്ലാം മേടിച്ചു. സാൽമോണെല്ലാം മേടിച്ചിട്ട് റോജാമ എസ്കലേറ്റർ കയറി വരുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് റോജാമ പുറകിൽ കൂടെ വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. എടി നീ ഇത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഈ കമ്മൽ നിനക്ക് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. സൈഡ് കാണിച്ചേ. പിന്നെ അവളെയും കുട്ടിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ പേരിനെ ഒന്നും പറഞ്ഞ ന്യൂട്ടല്ല. ഇത് ഞാനിവിടെ എപ്പോഴൊക്കെ വന്നാലും കൊതി വിട്ടുകൊണ്ടിരുന്ന സാധനം. അത് കുറേ നാളായിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നം മൈൽഡ് അല്ല, മീഡിയം എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേലിൽ മീഡിയം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലാണ് ഗ്രേഡ് പിന്നെ എന്നായിരുന്നു അങ്ങനത്തെ 1, 2, പിന്നെ അതിനകത്ത് തന്നെ സബ് ഡിവിഷൻസും അങ്ങനെയൊക്കെ ഉള്ളത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നായിരുന്നു. അത് യാദൃശ്ചികമായിട്ട് എനിക്ക് വയറിന് ഇവിടെ ഒരു പെയിൻ വന്നിട്ട് ഞാൻ പോയി നോക്കിയത്. അപ്പം ആ പെയിൻ മാറി. പക്ഷേ പെയിനിൻ്റെ കാരണം എന്നാന്നിട്ട് മനസ്സിലായില്ല. അതെന്തോ മസിൽ ക്രാമ്പോ അങ്ങനെ എന്തോ സംതിങ് ക്രിക്കറ്റ് കളിച്ചപ്പോഴങ്ങോട്ട് പറ്റിയതായിരുന്നു. പക്ഷേ എന്നാണെന്നറിയാൻ വേണ്ടി അത് ചെയ്തപ്പോൾ ഏതായാലും എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. നമ്മളൊരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുന്ന മോശമല്ലേ? അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഈ ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഇപ്പോൾ അതൊക്കെ ഗ്രേഡ് കയറിപ്പോൾ അവസാനം എൻ്റെ അമ്മ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊന്നും വന്നാലും വന്നില്ലേലും നമ്മളത് കണ്ട സ്ഥിതിക്ക് ഞാനിപ്പോൾ മെലിഞ്ഞിട്ടില്ലേ കണ്ടോ, നന്നായിട്ട് മെലിഞ്ഞു. കൈയൊക്കെ കണ്ടോ മെലിഞ്ഞ് ഉണങ്ങിപ്പോയി. എൻ്റെ സൗന്ദര്യമെല്ലാം പോയെന്ന് എൻ്റെ സ്ത്രീ ആരാധകരൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ അതികഠിനമായ ഡയറ്റ് പ്ലസ് എക്സസൈസ്. കാരണം ഡോക്ടർ പറഞ്ഞു ഇതൊന്നൊരു പ്രശ്നമല്ല, നീ എക്സസൈസ് ചെയ്താൽ ഡയറ്റ് നീ ചെറുതായിട്ട് ഡയറ്റ് ചെയ്തു, പിന്നെ എക്സസൈസും ചെറുതായിട്ട് ചെയ്താൽ മതി, അത് മാറിക്കോളും മേടിക്കുന്നത്. പക്ഷേ നമുക്കത് നിസ്സാരമായിട്ട് കാണുന്നതിനേക്കാൾ എനിക്കത് എത്രയും പെട്ടെന്ന് കുറയ്ക്കണം. എന്നിട്ട് എനിക്ക് നോർമലായിട്ട് ഫുഡ് കഴിക്കും. എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് ആവിഷ്കാലം ലിമിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത്. ഞാനൊരു ഫുഡി ആയിട്ടുള്ള പേഴ്സണാണ്. തിന്നുണ്ടാക്കിയത് ഈ ഫാറ്റി ലിവർ ഡെയിലി. അപ്പം എക്സസൈസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ആകെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ നേരെ റോജാമ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇവളുടെ അടുത്തേക്ക് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫാറ്റി ലിവർ കണ്ടുപിടിച്ചപ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഏകദേശം 7.5 കിലോമീറ്ററിന് മുകളിൽ പെർ ഡേ ഞാൻ നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതികഠിനമായ ഡയറ്റ് ചെയ്തു. അത് ഞാൻ വേണമെങ്കിൽ ഹെൽത്തി ഡയറ്റ്, അതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ടെസ്റ്റ് ചെയ്തതേ. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത് കുറയുമെന്ന്. ഞാൻ 1 പോയിന്റോ 2 പോയിന്റോ അങ്ങനെ കുറയുമായിരിക്കും. ഞാൻ റോജാമയോടും പറഞ്ഞു, റോജാമ കൂടുതലൊന്നും പ്രതീക്ഷിച്ചേക്കല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാനസികമായിട്ട് പ്രിപ്പയർ ആയിട്ട് പോവുക. എന്നാൽ ഒരു പേടിയുണ്ട്, ഇനി ഒട്ടും കുറഞ്ഞില്ലേ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയൊന്ന് അയാളെന്നോട് പറയാം നിനക്ക് ഫാറ്റി ലിവർ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നത്, ഞാനൊന്ന് ചെയ്തതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു നീ ഇവിടുന്ന് ചെയ്തേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ വലിയൊരു റെപ്യൂട്ടഡ് ഉള്ള ഒരു ലാബായിരുന്നു, അതിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതെയോ, പക്ഷേ നിനക്ക് ഫാറ്റി ലിവർ അല്ല. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു ഈ അൾട്രാസൗണ്ടിനകത്ത് കിഡ്നി, ലിവർ, ഗാൾ ബ്ലാഡർ ഇതെല്ലാം വരികയല്ലേ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു എല്ലാം വരും, നിനക്ക് ഫാറ്റി ലിവർ ഇല്ല, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിലാക്സ് ആയിക്കോളാൻ പറഞ്ഞു. അതായത് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്ന റിവേർട്ടായി. എക്സസൈസും ഡയറ്റും ചെയ്താൽ നമുക്ക് മീഡിയം ഫാറ്റ് ലിവർ, ഗ്രേഡ് 1, ഗ്രേഡ് 2 ഒക്കെ ഉള്ളത് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുന്നുള്ള ഉദാഹരണമാണ് ഇതായിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പക്ഷേ വിശ്വസിച്ചില്ല. ഞാൻ എന്നിട്ട് എന്തായാലും റിസൾട്ട് കിട്ടട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ, എന്നിട്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. ഇന്നലെ ഞാൻ പോയിട്ട് അവിടെ തന്നെ ടെലവിൽ പോയിട്ട് റിപ്പോർട്ട് മേടിച്ചപ്പം എല്ലാം ക്ലിയർ. ഞാൻ ട്രാൻസ്ലേറ്റർ ഇട്ട് നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഒരു വക പ്രശ്നങ്ങളും ഇല്ല. ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ്.
അപ്പം ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളി ചതച്ച് തിന്നാൽ, ഇഞ്ചിയുടെ തൊലി തിന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭ്യാസം കാണും. ഇതിന് സൂത്രപ്പണികളൊന്നുമില്ല. ഫാറ്റി ലിവർ ആയാലും കൊളസ്ട്രോൾ ആയാലും ട്രൈഗ്ലിസറൈഡ്സ് ആയാലും ഇങ്ങനത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതിനകത്ത് കുറേയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഉണ്ടല്ലോ. നമ്മുടെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കോളും. ഈ ഫാറ്റി ലിവറൊക്കെ നമുക്ക് അത്യാവശ്യം കുടവയറുള്ളവരെല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യത. നമ്മുടെ മേത്ത് വയറിലൊക്കെ മിക്കവർക്കും തന്നെ ഒരു ഗ്രേഡ് 1 ഒക്കെ ഉണ്ടാവും. ഇച്ചിരി തടിയൊക്കെ ഉള്ളവർക്ക് മിക്കവർക്കും ഗ്രേഡ് 1 ഉണ്ടാവും. അതാണ് എനിക്കും ഉണ്ടായിരുന്ന ഗ്രേഡ് 1. പക്ഷേ നമ്മളത് കണ്ടെത്തി അപ്പം നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തു. ഇന്നലെ അത് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ഇന്ന് എന്തായിരുന്നു ന്യൂട്രല്ല ക്രേപ്പ് മേടിച്ചത്. ഞങ്ങളത് രണ്ടുപേരും കൂടെ താഴെ നിന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പണ്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങായിരുന്നു. ഒന്ന് എബിക്കും ഒന്ന് എനിക്കും വാങ്ങാറ്. പക്ഷേ ഇപ്പം ഞങ്ങൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതാണ് ഓരോന്ന് വാങ്ങി. അതുപോലെ ഞങ്ങൾ വണ്ടി ഫർഗനമാളി വരും. എന്നിട്ട് ഇവിടുന്ന് ഫ്രൈഡ് ചിക്കൻ ഇതുണ്ട്. അവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. ആ ചുവന്ന ബോർഡില്ല അങ്ങനെ ലാസ്റ്റത്തെ അത് ഫ്രൈഡ് ചിക്കൻ. അവിടെ കാണുന്ന മഞ്ഞ ബോർഡ് മാഗ്ഡി. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ വളരെ അൺഹെൽത്തി പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. മന്ത്ലി വൺസ് ഓൺലി. പക്ഷേ ഇപ്രാവശ്യം കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ചിക്കൻ കറിയും റോജാമ ഉണ്ടാക്കിക്കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ഗോതമ്പ് ദോശ, പിന്നെ നല്ല സാൽമൺ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഈ കടുകൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല കിടുക്കാച്ചി സാധനമാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. അത് ഓക്കെ, വാൻസിനെ വന്ന് നമ്മുടെ ആഗ്രഹങ്ങളും വേണ്ടേ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊച്ചിന് കുറച്ച് ഉടുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അവിടെ ടൈപ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് ഒന്ന് രണ്ടെണ്ണം മേടിച്ചു. പിന്നെ കുറച്ച് തട്ടൂനും തക്കുടൂനൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ മേടിച്ചു. പാവക്കുട്ടന്മാരെയൊക്കെ ബസ് കിട്ടുമെന്നുള്ളതാണ് ഇനി ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾക്ക് 3:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിക്കണം അല്ലേ. റോജാമീൻ അതിമനോഹരിയായിട്ടാണ് വന്നേക്കുന്നത്. ചുരിദാറിട്ട് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് മറ്റേ ഈ കമ്പലൊക്കെ നോക്കിയ ആളുകളില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടു. ഈ മാലയാണ് ഇട്ടേക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് അല്ലേ, നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത മാലയാണ്. കൊള്ളാം. അപ്പം ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഈ 4 എണ്ണത്തിനെന്നറിയോ പുറത്ത് നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരങ്ങടെ കൂട്ടിക്കൊണ്ട് ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് അവർ പോകാൻ വേണ്ടി തുടങ്ങി. ഞാൻ വിളിച്ചു വരുത്തിയത് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. ഓണത്തിൻ്റെ ഇനി ഞങ്ങൾ പോകുന്ന ഓണം ആഘോഷിക്കാനാട്ടോ. വമ്പൻ ഓണാഘോഷമാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എടുത്താൽ വ്ളോഗായിട്ടോ വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം. അങ്ങനെയാണെങ്കിൽ അതിനകത്തും കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.